ചില ലെറ്റേഴ്സിൽ എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ധനവാന്റെയും ലാസറിന്റെയും ഉപമയാണ്. ഇവിടെ നമ്മൾ ധനവാന്റെയും ലാസറിന്റെ ഉപമ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഏകദേശം കാണാപ്പാടം അറിയാവുന്ന ഒരു ഉപമയാണ്. ധനവാൻ ഭൂമിയിൽ വളരെ സമ്പത്തോട് കൂടിയിട്ട് വളരെ സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ട് ജീവിച്ചു. ലാസർ ആകട്ടെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു. മരണശേഷം നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുകയാണ്. ധനികന് ഭയങ്കര പീഡകളുടെ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു. ലാസർ ആകട്ടെ സ്വർഗത്തിൽ അബ്രാഹത്തിന്റെ മടിത്തട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. ഇവിടെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തില് ധനവാന്റെ ജീവിതത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയാണ് പറയുന്നത്: പീഡകളുടെ സ്ഥലത്ത് ഈ ധനവാനായിരിക്കുന്ന സമയത്ത് ധനവാൻ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ ദൂരെ അബ്രാഹത്തിന്റെ മടിയിൽ ലാസറിനെ കണ്ടു എന്നാണ് പറയുന്നത്. മരണത്തിന് ശേഷം അദ്ദേഹം കണ്ണുകൾ ഉയർത്തി നോക്കി അങ്ങ് അകലെ ദൂരെയായിട്ട് ലാസറിനെ അബ്രാഹത്തിന്റെ മടിയിൽ കണ്ടു. ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ചുമ്മാ ഒന്ന് എത്തിച്ചു നോക്കിയാൽ കാണാവുന്ന അത്ര ദൂരത്തില് ലാസർ കിടക്കുന്നുണ്ടായിരുന്നു. അയാളെ സഹായിക്കാനോ അയാളെ ആശ്വസിപ്പിക്കാനോ ഇയാൾ തുനിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സുവിശേഷം നമ്മളെ പഠിക്കുന്നത്. നമ്മളൊരു ധനവാന്റെയും ലാസറിന്റെ ഉപമ നമ്മളെ പഠിക്കുന്ന വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിനക്ക് എന്തെങ്കിലും പുണ്യപ്രവർത്തികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ജീവിതകാലത്ത് ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. നിനക്ക് എന്തെങ്കിലും പുണ്യപ്രവർത്തികൾ, മറ്റുള്ളവർക്ക് സഹായ പ്രവർത്തികൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നീ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ജീവിതകാലത്ത് തന്നെ നീ ചെയ്തു തീർക്കുക. ഒരു പക്ഷേ മരണത്തിനപ്പുറത്ത് നിനക്ക് അതിനൊരു അവസരം കിട്ടിയില്ല എന്ന് വരാം. വളരെ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ ചൈതന്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ പരസ്നേഹ പ്രവർത്തികളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള വലിയൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.